ഹേ ഗൈസ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് മാത്സ് സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് മാത്സിൻ്റെ സ്റ്റഡി ടിപ്സ് ചെയ്യുമോ എന്നുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാ ക്ലാസ്സുകാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു. അതിൽ നമുക്ക് കുറേ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്, കുറേ ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. അതിൽ തന്നെ മിഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ x1 + x2/2 y1 + y2/2 ഇക്വേഷൻ എനിക്കറിയാം. ബട്ട് എനിക്കതിനെക്കുറിച്ചുള്ള ബേസ് ഇല്ലെങ്കിൽ ആ ഇക്വേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ടേംസ് എന്താണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്വേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ടേംസിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ടേംസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. പ്രത്യേകിച്ച് SCRT ബേസ്ഡ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന കുറേ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ചെറിയ വാല്യൂസിന് വ്യത്യാസം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഡയറക്റ്റായിട്ട് അതിനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് നിങ്ങൾ CBSE പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ NCERT പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ മോഡലിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം നിങ്ങളോട് ചോദിക്കുക. അതേപോലെ മിഷലീനിയസ് എക്സാമ്പിൾസ് ഉണ്ട്, എക്സസൈസസ് ഉണ്ട്, നിരവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് NCERT ഓരോ ചാപ്റ്ററിലും അവൈലബിൾ ആയിരിക്കും. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പലവരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കാണാപാഠം പഠിച്ചു വയ്ക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു യൂസ് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റെപ്പ് മറന്നു പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ബാക്കി എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്സിൻ്റെ കേസിലായിക്കോട്ടെ, ഏത് സബ്ജക്റ്റിൻ്റെ കേസിലായിക്കോട്ടെ. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്, നമ്മളൊരു മാത്സ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നതിന് തുല്യമായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും, ക്വസ്റ്റ്യൻ മാറ്റി വായിച്ചു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, അതുകൊണ്ട് ഉത്തരം തെറ്റിയിട്ടുള്ള പ്രോബ്ലംസ് തെറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് 2-3 വട്ടം ഇരുന്നിട്ട് വായിച്ചുകൊണ്ട് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് പലരും ഒരു പക്ഷേ മിസ്സാക്കുന്ന ഒരു ടിപ്പാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടിപ്പ് കൂടിയാണ്. നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് യുവർ മിസ്റ്റേക്ക്. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വന്നത് ഏത് ഭാഗത്ത് നിന്നാണ്, എന്താണ് മിസ്റ്റേക്ക് വരാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ചാൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ നിങ്ങൾക്ക് അത്രത്തോളം മാർക്ക് കൂടാനുള്ള സാധ്യത കൂടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വരുന്ന എക്സാംസിൽ ഒരു 50 to 60% അല്ലെങ്കിൽ 70% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് PYക്ക് തന്നെ ആയിരിക്കാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്രത്തോളം സമയം ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. വെറുതെ കുറേ നേരം ഇരുന്ന് പഠിച്ചുകൊണ്ട് കാര്യമാകുന്നില്ല. പഠിക്കുന്ന നേരം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ 45 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഈ രീതിയിലായിരിക്കും പൊമോഡോറോ ടെക്നിക്ക് ഉണ്ടായിരിക്കും. ആദ്യത്തെ 25 to 45 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല കോൺസെൻട്രേഷനിൽ ഇരിക്കാൻ പറ്റുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ടഫായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. അടുത്തൊരു ടിപ്പാണ് ടീച്ച് ബാക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരാളെ മുന്നിൽ എത്തിക്കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അൺടിൽ ദെൻ ബൈ.